മൂത്രത്തിക്കല്ലായതുകൊണ്ട് പരസ്യത്തിനിടയ്ക്ക് സീരിയൽ വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്കാണ് മൂത്രം വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അല്ലടാ വീഗാലാൻഡ്. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ പെണ്ണുമ്പിള്ളേം പിള്ളേരും ഇങ്ങോട്ട് വാടാ. 2 ദിവസം ഇവിടെ കറങ്ങി നടന്ന ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വാ. റാസ്കൾ. എൻ്റെ അടുത്ത് അവൻ്റെ കളി. ഞാൻ ആരുടെയൊക്കെയാ മോൻ? അയ്യോ, നിങ്ങൾ ഇങ്ങോട്ട് വാ. നിങ്ങളെ ഞാൻ ശരിയാക്കി. അല്ല, നിയമപരമായിട്ട് തന്നെ പോവാം. ഇല്ല, നിയമപരമായിട്ട് തന്നെ പോവാം. നിങ്ങളുടെ വെള്ളത്തിലൊക്കെ പെണ്ണുമ്പിള്ള ഞാൻ പറഞ്ഞ രണ്ടുപേരും കൂട്ടി എൽസ് കൂട്ടി വിളിച്ചത്. അരെ എന്താ പ്രശ്നം എന്നോടെ? സാറെ രക്ഷിക്കണം. നിന്നെ രക്ഷിക്കാൻ ഞാൻ മായവ ഡിഗിനോ കുലുക്കി കുത്തുകാരനൊന്നും അല്ല. സാർ ഇയാളെ കൊണ്ട് ഭയങ്കര ശല്യമാ. ആര് ഇവനെ കൊണ്ടോ? എന്തിനാ സാറേ എന്നെ അടിച്ചത്? ഇത് നടയടിയായിട്ട് കൂട്ടിക്കാൻ എന്റെ ശമ്പളം ഒന്നും തരണ്ട, കയ്യിൽ വെച്ചോ കേട്ടോ. ഇനി പറ എന്താ പ്രശ്നം? സാറേ ഞങ്ങള് കോളനി താമസിക്കുന്ന ആൾക്കാരാ. നിന്നെ ഞാൻ ഫ്ലാറ്റിലേക്ക് മാറ്റണോ? അതല്ല, ഡെയിലി ഞങ്ങള് പൈപ്പിന് ചോട്ടി വെള്ളം എടുക്കാൻ പോകുമ്പോ ഇയാൾ അവിടെ വന്ന് പരസ്യമായിട്ട് കുളിക്കും. ആര്? ഇയാള്. ഇവനോ? പരസ്യമായിട്ട് കുളിക്കുന്നോ? ഇവനെ കണ്ടവൻ ജനിച്ചേ പിന്നെ കുളിച്ചിട്ടില്ലാന്ന് തോന്നുമല്ലോ. ഇല്ല സാറേ, ഞാൻ കുളിക്കും സാർ. സത്യം ഞാൻ കുളിക്കും. കുളിക്കും? എന്റെ അമ്മേനെ കുളിക്കും. അല്ലേ? അതെ അതെ. ഇത് തെറ്റ് ചെയ്ത പോലെയാണല്ലോ നീ കുളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കുളിക്കണമാണോ നിങ്ങളുടെ നാട്ടിലെ പ്രശ്നം? ഇവന്റെ കളർ ഇളകി കോളനി മൊത്തം കറുത്തു പോകണം. എന്താ പ്രശ്നം? എന്താ? അതല്ല, ഇയാൾ അവിടെ അങ്ങനെ ഒന്ന് പരസ്യമായിട്ട് കുളിക്കണോണ്ട് ഞങ്ങൾക്ക് വഴി നടക്കാൻ പോലും പറ്റാണല്ലോ ഇപ്പൊ. നീ കുളിച്ചോണ്ട് എന്നിട്ട് ഇവര് വഴി നടക്കുമ്പോ ഇങ്ങനെ കബഡി കളിക്കാരും കാര്യം നടക്കൂടാ. ഇവരെ വഴി നടക്കാൻ സമ്മതിക്കാതെ ഇവര് പറയുന്നത് ചുമ്മയാണ് സാറേ. ഇവര് കുടുംബശ്രീ എന്ന് പറഞ്ഞ് കുറച്ച് പെണ്ണുങ്ങൾ ഇറങ്ങി കിടന്നിട്ട് നമ്മളെ മാന്യമാറ്റി കിടക്കുന്ന ആണുങ്ങൾ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ സാർ അവിടെ ആണായിട്ട്. എന്നെ ഞാൻ സ്ഥിരമായിട്ട് അനുഭവിച്ചോണ്ടിരിക്കുന്ന ഒരു ആണൊരുത്തൻ ഇത്രയും കിടന്ന് അനുഭവിക്കേണ്ട കാര്യം നിന്ന് ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. എന്ത് കഷ്ടമായി പോയത്. ഈ ചെറുപ്പക്കാരൻ, ഈ ഗന്ധർവന്റെ കൂട്ടിരിക്കണ ഈ ചെറുപ്പക്കാരൻ ഒരു തോർത്ത് കൊടുത്തുകൊണ്ടൊന്ന് മാന്യമായിട്ട് കുളിക്കണാണോ നിങ്ങളുടെ കണ്ണിൽ കണ്ട തെറ്റ്? അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഗവൺമെന്റ് നിങ്ങളുടെ പേരിൽ ഇച്ചിരി ഇളവൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പൊ റേഷൻ കാർഡിലും പേരായല്ലോ. ഇനിയിപ്പോ ആണുങ്ങളുടെ തലയിലേക്ക് ഇരച്ചങ്ങോട്ട് കയറാം. ഇപ്പൊ സ്ഥിരം പരിപാടിയായിട്ട് നടക്കുക. കണ്ട തോന്നിയ ദിവസമായിട്ട് ഓരോ സ്ഥലത്തൊക്കെ പോയി നടന്നിട്ട് ആണുങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾക്ക് അറിയാമോ എത്ര ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന്? അറിയാമോ? അങ്ങനെ ചോദിച്ചു സാറേ. ഒരു കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ല നിഷ്കളങ്കരായ ആണുങ്ങളുടെ മേത്തൊക്കെ കയറാമെന്നുള്ള ഇടിച്ച് ഞാൻ പൂട്ടളകളെ ഞാൻ പാവം പയ്യനായതുകൊണ്ട് തന്നെ വെറുതെ വിട്ടു. അങ്ങനെ ചോദിച്ചു സാറേ. എന്താ പ്രശ്നം? എന്നാ എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. സാറേ സാർ ഇത്രയൊക്കെ പറഞ്ഞല്ല, ഇയാൾ തോർത്തെടുത്തൊന്ന് കുളിക്കുന്നു. സാറേ തോർത്തൊന്ന് മേടിച്ചു നോക്കി. എന്താ തോർത്തിന് എന്താ കുഴപ്പം? സാറൊന്ന് മേടിച്ചു നോക്ക്. ആണുങ്ങൾക്ക് തോർത്തെടുത്തൊന്നും കുളിക്കാൻ പറ്റില്ല. എനിക്കറിയാം, ഇതിവിടെ ഉന്നയിക്കുമെന്ന് എനിക്കറിയാം. അത് ഞാൻ മറന്നു വരിക്കാൻ വേണ്ടി ആ തോർത്തിന്റെ കാര്യം ഞാൻ ഓർത്തത്. വേണ്ട സാറേ, വേണ്ട. ഞാനല്ലാതെ ഞാനൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഈ തോർത്തിനൊന്ന് കുളിച്ചു ഓർത്തപ്പോ എന്താ പ്രശ്നം ഇവിടെ? എന്താ എന്താ പ്രശ്നം? ഇതെന്നാ കുളവി കൂടോ? നീ ഇതെടുത്തോണ്ട് എങ്ങനെ കുളിച്ചു എന്നാ പറഞ്ഞു? ഞാൻ സാറേ ഞാൻ കാണിച്ചു തരാം. ഈ തോർത്ത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് മാന്യമായിട്ട് ഇങ്ങനെ ഉടുത്തിട്ട് വളരെ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഈച്ച പോലും കടക്കാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് കപ്പിട്ട് ഇങ്ങനെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കോരി കുളിക്കുന്നല്ലാതെ ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല സാറേ. ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല? ഒരു തെറ്റ്. ഇതാണ് ഇവർ പറഞ്ഞ ഏറ്റവും വലിയ തെറ്റ്. ഒരു തെറ്റും ചേട്ടനെ ചവിട്ടി കീറാൻ പോവാ. നെട്ടും പോട്ടിട്ട് മുറുക്കി വെച്ചേക്കോണോടാ ഓടരുത്. എന്റെ സ്റ്റേഷൻ പരിധിയിൽ കുളിച്ചാൽ നിന്റെ പൊലോളി അടിയന്തരം ഞാൻ നടത്തും. വർത്താനം പറയാ ഉണ്ട മേളിലേക്ക് കയറി പൊട്ടിത്തെറിച്ചാലോ? ഞാനെന്തെങ്കിലും ചെയ്യണോ? വേണ്ട അല്ലേ? ആവട്ടോ. നിക്കവിടെ. ഞാൻ തോർത്തും കണ്ട എന്റെ വീട് പണി നടക്കാം. ചരലരിക്കാൻ കൊടുക്കാം. പൊട്ടു അല്ലെ തോക്ക്. ജീപ്പിന്റെ ടയറിന് വെടിവെച്ചത്? ജീപ്പിന്റെ ടയറിന് വെടിവെച്ചാരാ? സാറേ ഞാൻ ജീപ്പിന്റെ ടയറിന് വെടിവെച്ചതല്ല. ഞാൻ ഒരുത്തിയായിട്ടങ്ങ് പോയില്ലേ, അവന്റെ ടയറിന്റെ വെടിവെച്ചാ ജീപ്പിന്റെ. സാറിന് അറിയാലോ നമ്മൾ ചക്കിന് വെച്ചാൽ കൊക്കിനെ ഉള്ളൂ. ഇവിടെ ഒന്നും വൃത്തിയാക്കി ഒന്നും ഇട്ടില്ലേ സാറേ? വൃത്തിയാക്കി റിബണൊക്കെ കിട്ടിയല്ലോ അല്ലേ? കണ്ടോ ലോകകപ്പ് ഇങ്ങനെ അസംബ്ലിക്ക് നിൽക്കണ കൊച്ചിന്റെ വീട്ടിൽ ഇങ്ങനെ റിബണൊക്കെ കെട്ടി നിൽക്കണോ? കൊള്ളാം, മിടുക്കൻ അല്ലേ? അത് വേറെ കാര്യമുണ്ട്. എന്താണ്? ഇപ്പൊ സംഗതി എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ആരെ കിട്ടിയിട്ടില്ലല്ലോ. എന്റെ കോൺസ്റ്റബിളെ ഏനാത്ത് രാജ, നമ്മുടെ മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരമായ ശ്രീലത നമ്പൂതിരി. സത്യത്തിൽ
ജനക മഹാരാജാവിന്റെ വില്ലൊടിക്കണമെന്ന് പറഞ്ഞപ്പോഴേ എന്റെ കരണത്തടിച്ചതുപോലെ എനിക്ക് തോന്നിയത്. അത് ബാബു നമ്പൂതിരി അല്ലല്ല, ഇത് വരുന്നത് ശ്രീലതാ നമ്പൂതിരി. എന്റെ ദൈവമേ, പണ്ടത്തെ ശ്രീലതാ നമ്പൂതിരി. അതെ അതെ അതെ, അടൂർ ബാസിച്ചേട്ടന്റെ കൂടെ അഭിനയിച്ച. പിന്നെ ശ്രീലത ചേച്ചിയാണെന്ന് വരുന്നത്. നമസ്കാരം. നമസ്കാരം ചേച്ചി. ഞാനേ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് വരുന്നത്. ലോകകപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ് താരത്തെ വിളിക്കുന്നത്. ഇവിടെ ഭയങ്കര ചൂട് ഫാനൊന്നും ഇല്ലേ? ഞങ്ങളൊക്കെ ചേച്ചിയുടെ ഫാൻസ് ആണല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ ഫാൻ. അതെ അതെ. അപ്പൊ ഞാനങ്ങോട്ട് നോക്കട്ടെ. ഇത് കണ്ടപ്പോഴേ എനിക്ക് എന്താ ഓർമ്മ വരുന്നറിയോ? എന്താ ചേച്ചി? ഞാന് പണ്ട് സിനിമയിൽ ഇങ്ങനെയൊക്കെയുള്ള വേഷങ്ങളെ അഭിനയിച്ചതെന്ന് അറിയാമല്ലോ. അപ്പൊ ഞാനിപ്പോ കച്ചേരിക്കൊക്കെ പോകുമ്പോഴ്, അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഒക്കെ അടുത്ത് വന്നിട്ട് ചേച്ചിയുടെ പഴയ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ അതൊന്നും ഓർക്കല്ലേ, നിങ്ങളെ കച്ചേരി മാത്രം കേട്ടോ. അതെ. എന്താ 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 ഇതെന്നോ? എന്തിനാ അടിക്കുന്നേ? എന്താ? ന്യൂ ജനറേഷൻ സിനിമയുടെ ഡയറക്ടർ അവൻ. അല്ല ചേച്ചി ഇരുന്നോ, കുഴപ്പമില്ല. ചേച്ചി എന്തിനാ ഇവനെ കണ്ടിട്ട് ബഹുമാനിക്കണേ? ചേച്ചി ഇരിക്കും. എന്തിനാ ഇങ്ങനെ അടിക്കുന്നേ? പ്രശ്നം എന്താണെന്ന് പറ. ഞാൻ ചെല്ലുമ്പോ കഞ്ചാവ് വീടി വലിക്കണ ഇവൻ, ഈ ബീഡി പോലെ ഇരിക്കണ ഇവൻ കഞ്ചാവ് വീടി വലിക്കണ്. നീ വലിച്ചോടാ. ഞാൻ വലിച്ചില്ല സാറേ, എല്ലാരും കൂടി എന്നെ ചേർന്ന് വലിപ്പിച്ചത്. പോലും എടുക്കാൻ ശേഷിയില്ലാത്ത നീ കഞ്ചാവ് വലിച്ചോടാ. ഇവൻ മുറിവേലി പോലും പൊക്കാൻ പറ്റാത്ത ഇവൻ ചെയ്ത പണിയാണെന്നറിയുമോ? എന്താ ചെയ്തേ? കഞ്ചാവ് വീടി ഇങ്ങനെ ഉരുട്ടി കലങ്ങിന്റെ മേളിൽ കയറ്റി വെച്ച് മുട്ടുകുത്തി നിന്ന് വലിക്കണു. ഇവനാ ഇവന്റെ പണി എന്താ? പണി എന്ന് പറയാ ന്യൂ ജനറേഷൻ സിനിമയുടെ ഡയറക്ടറാ. ആണല്ലേ? അടി ഇവൻ ഏതൊക്കെ സിനിമകളാ ചെയ്തെന്ന് പറഞ്ഞു? പറയടാ അവൻ വായിക്കൊള്ളാത്ത പേരിട്ട് എന്നോട് പറയാനോ? പറയടാ. ഞാൻ പറയാം സാർ. ഞാൻ കേൾക്കണം, കേൾക്കണം മാഡം. പറയണത് കേൾക്കാൻ നീ ശമ്പളത്തിന് കഞ്ചാവടി പാലം, കഞ്ചാവും പിഞ്ചു കുഞ്ഞു, പുകമറ, വലിക്കും തോറും സുർക്കം. ഒരു നരകം കാണും ഇവിടെ. എന്നെ എങ്ങനെയെങ്കിലും പുറത്ത് വിടുന്ന സാറേ. വീഡിയോ വലിക്കാൻ ചേച്ചി ഇവനെന്താ ചെയ്യേണ്ട? അകത്തുണ്ടോ പുറത്തുണ്ടോ? പറ. ഇതിനകത്തുണ്ട് പുറത്തുണ്ട്. പിന്നെ പോലീസ് കലാമേളയുടെ നാടകം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആണെങ്കിൽ ചേച്ചിയുണ്ട്. ചേച്ചിയുണ്ട്. ഇവനെ കൊണ്ട് അതങ്ങ് ഡയറക്റ്റ് ചെയ്യിച്ചാലോ? നല്ല ഐഡിയ ആണ്, പക്ഷെ അവൻ ചെയ്യുമോ? അപ്പോൾ ഞാനിത് ഡയറക്റ്റ് ചെയ്യണം. അതെ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് SI എന്നില്ല, പിന്നെ കോൺസ്റ്റബിൾ ഒന്നുമില്ല. ഫീൽഡ് ക്ലിയർ. എന്താ? അല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തെ അല്ല, ഞാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചോണം. അതൊക്കെ അനുസരിച്ചോളാം. നീ നന്നായിട്ടൊന്ന് ഡയറക്റ്റ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ. അപ്പം മേഡം ആണ് ഇതിലെ ശകുന്തള, മനസ്സിലായില്ലേ? അപ്പൊ മേഡം ഇങ്ങനെ പ്രേമലേഖനം അതൊക്കെ ഒരുപാട് കേസുള്ള ഫയലാണ്. അതൊക്കെ ശരിയാക്കി തരാം. മേഡം ഇങ്ങനെ ഇരുന്ന് പ്രേമലേഖനം എഴുതുന്ന സമയത്ത് ദുഷ്യന്തൻ അവിടെ കടന്നു വരും, മനസ്സിലായില്ലേ? ദുഷ്യന്തൻ ഇയാളാ. അടിപൊളി ചെയ്യണം കേട്ടോ. അതെ. അപ്പൊ ഇങ്ങനെ ഇരുന്നു മേഡം ഇരുന്നു പ്രേമലേഖനം എഴുതിക്കും. ഓക്കെ, ആക്ഷൻ. ഞാനങ്ങനെ വെറുതെ കുറിച്ചിരുന്നു. ഇനി അടുത്ത ഡയലോഗാണ്. ശകുന്തളെ തപോവനത്തിൽ. ശകുന്തളെ തപോവനത്തിൽ എത്ര നേരമായി നിന്നെ കാത്തു നിൽക്കുന്നു. എത്ര നേരമായി നിന്നെ കാത്തു നിൽക്കുന്നു. എന്താ നീ എന്നെ ശ്രദ്ധിക്കാത്തത്? എന്താ നീ എന്നെ ശ്രദ്ധിക്കാത്തത്? തെറ്റിപ്പോയി. എടാ ശകുന്തളെ. ശകുന്തളെ താപനിലയത്തിൽ. അയ്യോ, താപനിലയത്തിൽ ആരും നിന്റെ അപ്പം അവിടെ നിൽക്കുന്ന ഇങ്ങനെ സിനിമയിലൊക്കെ ഇങ്ങനെ പുള്ളി ഏറ്റവും ടോപ്പ്. ശരിയാക്കാം, പറഞ്ഞോ. ശകുന്തളെ തപോവനത്തിൽ നിന്നെ ഓർത്ത് ഇരിക്കുന്ന ദിവസങ്ങൾ എത്രയാണെന്ന് എനിക്ക്. എടാ അവന്റെ പെടലി അടിച്ചിട്ട് ഡയലോഗ് ഓടാ. എടാ മസിലും പെരുക്കി ഇങ്ങനെ നടന്നാൽ മാത്രം പോരാ, അവനെ ഉള്ളിന്ന് പറഞ്ഞ. ഞാൻ കേട്ടാ, പറഞ്ഞോ. ആക്ഷൻ.
ശകുന്തളേ. കുന്തളയല്ല, ശകുന്തളേ. ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഇത് മൊത്തം ടെൻഷൻ അടിപ്പിക്കും. എങ്ങനെയാണ് ഞാൻ ചെയ്യത്തില്ല കേട്ടോ. ഇതാടാ ഇത് എന്റെ കൈമനൊക്കെ എത്തിക്കാൻ വേണ്ടിടേ. അല്ല പറയും ശകുന്തള, തപോവനത്തിൽ എത്ര നാളായി നിന്നെ കാത്തിരിക്കുന്നു. ഒരു നേരം പോലും കാണാതെ എങ്ങനെ ഞാൻ നിന്നെ ഓർത്തിരിക്കും. അവിടെ നിന്റെ മാമി ഒന്ന് ഇരിക്കുന്നു അവിടെ. സാറേ ഞാനാ പറഞ്ഞ സാറേ, സാറിന് വല്ല അമ്മയും ബന്ധു സാറേ. പ്ലീസ് പിന്നെ അവൻ എന്താണ് പറയണത്? ഇവരൊക്കെ ആരുടെ എസ് ഐ ആക്കി? സാറേ ഞാൻ സാറിന് വേണ്ടി ഞാൻ കാല് പിടിക്കാം. ഇതാണ് ഞാൻ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. സാറിങ്ങനെ ബിസിലടിക്കലേ, അവിടെ കിടക്കണ വണ്ടി 3 ഇപ്പൊ പോണു. അയ്യോ അലെന്ന കോമഡി. അയ്യോ ആക്ഷൻ. ശകുന്തളേ, തപോവനത്തിൽ എത്ര കാലമായി നിന്നെ ഞാൻ ഓർത്തിരിക്കുന്നു. അരേ വാ. ഒരു നേരം പോലും നീ എന്നെ കാണാൻ എടാ ഇവനെ വല്ല ആന്ധ്രയിലെ കൊല വണ്ടി വല്ലതും ഉണ്ടോ അവനെ കയറ്റി വിടാൻ? സ്റ്റേഷനിൽ ആളില്ലാണ്ട ഇപ്പൊ എല്ലാ ഭാരവും എന്റെ തലയിൽ വരും. ഇനി അത് വേണ്ട. അടുത്ത് ഞാനൊരു ക്യാരക്ടർ ചെയ്യേണ്ടത്. അല്ല എനിക്ക് ജയിലിൽ കയറാൻ വയ്യ, അതുകൊണ്ടാണ്. മറച്ചോ അടുത്ത് ഇവിടെ കണ്ണുനോ കണ്ണു മഹർഷി. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. കണ്ണു മഹർഷി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ബാക്കിൽ വന്നിട്ട് ഞാൻ ഇവിടുന്ന് നടന്നു വരണം. വേണ്ട ഒരു കാര്യം ചെയ്യും, വൈറ്റിലെ ജംഗ്ഷനിൽ ഓട്ടോ കിട്ടും. 10-70 രൂപ ആവും. അപ്പൊ ആ ഓട്ടോ പിടിച്ച് വന്നാൽ മതി. മതിയോ? എടാ ഡയറക്ടർ എന്റെ സ്വഭാവം മാറ്റരുത്. പേടിപ്പിച്ചാൽ അവൻ വരില്ല കേട്ടോ. അടുത്ത് വന്നിട്ട് ശകുന്തളയുടെ ബാക്കിൽ നിന്നിട്ട് ശകുന്തള ബാക്കിൽ നിന്നിട്ട് അതെ ശകുന്തളെ, പിതാവായ നാം വന്നിട്ട് എന്താ എന്നെ ശ്രദ്ധിക്കാത്തത്? ഞാൻ പറഞ്ഞോ അല്ലേ? പറഞ്ഞു. തൊണ്ടയിൽ വെള്ളം പറ്റുന്നുണ്ട് കേട്ടോ. ശകുന്തളേ, പിണങ്ങാറ എന്നെ പേത്തലയാ എന്തോ കേളെ. ശകുന്തളെ, ശകുന്തള, പിതാവായ നാം വന്നിട്ട് എന്തേ എന്നെ ശ്രദ്ധിക്കാത്ത? ഇതെങ്ങനെ എന്തേ എന്നെ ശ്രദ്ധിക്കാത്ത? അങ്ങനെ ഗോളി നിൽക്കുന്നവരെ പല എന്തേ എന്നെ ശ്രദ്ധിക്കാത്ത അത്ര ചോദിച്ചാൽ അതല്ലേ. പുള്ളിയുടെ ഡയലോഗ് പഠിക്കില്ല, പുള്ളി എന്നെ പഠിപ്പിക്കാൻ വരിക. ശകുന്തളേ, ബാക്കി സാറേ, ബാക്കി നീ അടുത്ത ഞായറാഴ്ച വന്ന് പറഞ്ഞാൽ മതിയെടാ. എടാ സാറേ ഞാൻ ശകുന്തളെ, ശകുന്തളേ, പിതാവായ നാം വന്നിട്ട് പിതാവാൻ സാർ ഇങ്ങനെ പിടിക്കണെന്ന് മേത്തേക്കാരുമെന്ന് കയറാതിരിക്കാനാണോ? ആക്ഷനാണോ? അതെ അതെ. ഒരു മോളുടെ അടുത്ത് ഇങ്ങനെ പറയാം ഇങ്ങനെ പറയാം. ശകുന്തളേ, എന്തേ ഇത് മതിയോ? അപ്പൊ നീ എടാ സാറേ, എടാ പറടാ എന്നെ കൊല്ലിക്കാം. എന്റെ അമ്മയാണ് എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഞാൻ എന്റെ അമ്മയാണ് എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഡയലോഗ് പറയടാ. ശകുന്തളെ, പിതാവായ ഞാൻ വന്നിട്ടും ഇത്ര നേരമായിട്ട് നീ എന്നെ മൈൻഡ് ചെയ്തില്ല. സാറിന്റെ വിരല തോക്കിന്റെ പാത്തിയുടെ ഇടയ്ക്ക് അതാ. അയ്യോ എത്ര സിനിമ എടുത്ത് ഞാൻ പൊട്ടിക്കാനെന്ന് അറിയണം. സിനിമ എടുത്ത് പൊട്ടിച്ചു, തോക്കെടുത്തും പൊട്ടിക്കരുത് സാർ. എടാ കുറെ നേരമല്ല നേക്ക് ഒരു ഫിലിം ഇല്ലാതാക്കി കളയാൻ വേണ്ടി എത്ര പ്രാവശ്യം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ. സാറേ സാറേ, അവന്റെ വിരലും വെച്ചേ കശുവണ്ടി തല്ലി പൊട്ടിക്കാനും നമുക്ക് തല്ലി പൊട്ടിക്കാം. സാറിന് വെക്കേ വിരല് ഫയൽ വെച്ചടിച്ചാൽ അതിന്റെ തുളയിൽ നിന്ന് തല ഇറങ്ങി പോവോ? ഞാൻ തലേന്നൊക്കെ പറയാൻ പോവായിരിക്കും. നേരെ പോട്ടെ തോറും ഒരിക്കലും ശരിയല്ലാത്തവന് ശരിയുടെ ചിഹ്നമുള്ള ബനിയനിട്ട് ഇത് വേണമെങ്കിൽ ടൈറ്റാ, വേണമെങ്കിൽ സാറ് കുരിക്കാൻ. അവന്റെ ന്യൂ ജനറേഷൻ. അത് ശരി, ന്യൂ ജനറേഷൻ ഡയറക്ടറും പഴയ ജനറേഷൻ അണ്ടർവെയറും. സെല്ല് പോലത്തെ അണ്ടർവെയർ കണ്ടോ? ചെമ്മീൻ പൊളിച്ചവര് അവന്റെ ഇരിപ്പ് കണ്ടോ? ഇതാടെ എന്തായിരുന്നു നീ അങ്കം ഇടിച്ചിട്ട് വലിച്ചേ കീറി ചേച്ചി, ഞങ്ങൾ കുറേ നേരം ആഗ്രഹിക്കുന്നു ചേച്ചിയുടെ ഒരു പാട്ട് കേൾക്കണമെന്ന് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹം അല്ലേ? ഞങ്ങൾക്കൊരു നല്ല പാട്ട് ചേച്ചി ഞങ്ങൾക്ക് നീ ഫയലൊക്കെ തന്നോ, ഞാൻ എടുത്ത് വെച്ചേക്കാം. ഇവിടെ അഭിനയം ക്ഷീണിച്ചു പോയി കേട്ടോ, നമ്മളെ നാണം കെട്ടുപോയി. കാനന ഛായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ? പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തരുട്. കാനന ഛായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ?
പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തുകൂടാ, ഒന്നും ചെയ്തുകൂടാ. എന്താ ഒരു നാറ്റം ഉണ്ടല്ലേ? അല്ലല്ല, എലിയല്ല, ഈ ഡ്രസ്സാ എടുത്ത് തൂരായിരുന്നു. ആ മക്കളിന്റെ മോനെ എന്റെ തലയെ കൊണ്ട് ദേ ഇതിനകത്തോടെ നിന്നെ കേട്ടിട്ട് വലിച്ചു ഞാൻ ഊരി എടുക്കൂട്ടോ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ഇവിടെ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോടോ. റാസ്കൽ സംസാരിക്കുന്നു. ഇതാരിക്കണ അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര സിനിമകളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങളാരാ? എന്നെ മനസ്സിലായില്ല. ഈ പഞ്ചായത്തിൽ എവിടെ ചെന്ന് ചോദിച്ചാലും എന്നെ കുറിച്ച് അറിയാം. വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് MP സുഗു. എന്തിനാ വന്നത്? മുഖ്യമന്ത്രി ഒന്ന് വിളിക്കാൻ വേണ്ടിട്ടുള്ളൂ. മുഖ്യമന്ത്രി വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഈ ഒരു ചെറിയ കേസിന്. MLA നമുക്ക് വിളിക്കാം. അല്ലെങ്കിൽ ഈ ചെറിയൊരു പോലീസ് സ്റ്റേഷനിൽ ഈ MLA-യുടെ കാര്യം MP-യുടെ കാര്യമൊക്കെ പറയേണ്ട വല്ല കാര്യമില്ല. എന്നിട്ടാ ഈ പോലീസ് സ്റ്റേഷനിൽ എന്താ അതിക്രമമായി കാണിക്കുന്നത്? കഞ്ചാവടിച്ചെന്നോ? അത് നിക്കറടിപ്പിച്ചു. എന്റെ പഞ്ചായത്തിലെ ഒരു പൗരനാണ്, വോട്ടവകാശമുള്ള ഒരു പൗരൻ. മനസ്സിലായോ? എന്ത് കുറ്റത്തിലാണ് ഇവിടെ? കഞ്ചാവടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേറെ സംസാരിക്കടാ. കരയരടാ മക്കളെ, കരയരി. ഇതിനെതിരെ ഞാൻ പ്രതികരിക്കും. തനിക്കൊന്നും എന്നെ കുറിച്ച് അറിഞ്ഞൂടാ. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. പ്രിയമുള്ളവരെ, ഹലോ പഞ്ചായത്ത് നിവാസികളെ, അത് ഞാൻ പലതും പറയും. എന്താണ് ഈ പോലീസ് സ്റ്റേഷനിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? സ്റ്റേഷനല്ല സാറേ, സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞേ. റെയിൽവേ സ്റ്റേഷൻ ശേഷമല്ല, സ്റ്റേഷൻ എന്ന് പറഞ്ഞേ. കഫ സ്റ്റേഷൻ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റേഷൻ. ഈ സായിട്ടേ അടിയിൽ രണ്ട് ടായ് ഇടുമ്പോഴാണ് സ്റ്റേ വരുന്നത്. ഈ സ്റ്റേ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പ്രിയമുള്ളവരെ, ഈ പോലീസ് സ്റ്റേഷൻ ഞാൻ നാളെ പിക്കറ്റ് ചെയ്യും. ഈ SI ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യും. എന്നെ കുറിച്ച് അറിയത്തില്ല ആർക്കാണെങ്കിലും. പ്രിയമുള്ളവരെ, നിങ്ങളെ സാക്ഷി നിർത്തി ഈ നിക്കരടിപ്പിച്ചിരിക്കുന്ന ഈ പാവം പൗരന് ഞാൻ എന്റെ ഡ്രസ്സുകൾ ഇതാ ഞാൻ കൊടുക്കുകയാണ്. എന്നെ കുറിച്ച് അറിയില്ല ഒറ്റ മനുഷ്യർക്ക്. എനിക്കൊന്ന് എന്നെ കുറിച്ച് അറിഞ്ഞൂടാ. ഇടറാടെ തുടങ്ങേ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ നിങ്ങൾക്ക് തന്നെ വോട്ട് തരും. താങ്ക് യു. ഓക്കെ. അപ്പൊ ചേച്ചി പരിചയപ്പെട്ടി വളരെ സന്തോഷം. കോൺസ്റ്റബിൾ, അപ്പൊ ഞാൻ പോയിക്കോട്ടെ. നീ എവിടെ പോവാ? ഇങ്ങോട്ട് വാ. നീ എവിടെ പോവാ? നീ ഇപ്പൊ അവനെ ഇറക്കി വിട്ടില്ലേ? നീ എവിടെ പോവാന്നാ പറഞ്ഞേ? അവൻ പോയല്ലോ. അവൻ പൊക്കോട്ടെ. പക്ഷെ അതിനാണല്ലോ ഞാൻ വന്നത്. പിന്നെ ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അത് നിൽക്കണമല്ലോ. കാര്യം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പ്രതിയെ നമുക്ക് വേണം. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അല്ല, അറിയണം. നീ അറിയണം. ഞാൻ പോയി വിളിച്ചോണ്ട് വന്നാൽ നീ അവനെ വിളിച്ചോണ്ട് വരണ്ട. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടല്ലേ? നീ മുഖ്യമന്ത്രിയെ വിളിക്കടാ. നീ മുഖ്യമന്ത്രി വിളിക്കേ. ഈ ഫോണും വർക്ക് ചെയ്യത്തില്ല. മുഖ്യമന്ത്രിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ, നമ്പരും അറിഞ്ഞൂടാ. ഫോൺ വർക്ക് ചെയ്യൂല. ഉത്സവപ്പറമ്പിന്ന് വാങ്ങിയാന്ന് ഞാൻ വെറുതെ ഇത്രയൊക്കെ പോരെ. നീ അനങ്ങരുത്. റസ്ക് പോലത്തെ ചെരുപ്പ് ഇട്ട് വെച്ച് അവൻ എന്തായിരുന്നു അംഗം? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിനെ നിനക്കറിയില്ല, വിട്ടുകളയാ പുള്ളിനെ. MP MLA ചവിട്ടിന്റെ ഏണരിക്കും. എന്തായിരുന്നു അഭ്യാസം അവന്റെ? അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാ അതൊക്കെ ചെയ്യുന്നത്? നമ്മളിങ്ങനെയാണ് ഓരോരുത്തരെ ചോദ്യമൊക്കെ ചോദിച്ച്. ഞങ്ങള് വേറെ തരത്തിലൊക്കെ ചോദ്യം ചോദിച്ചാലേ അവൻ നല്ല മണി പോലെ പറയും. അതെങ്ങനെ പറ്റും? അതായത് ഞാൻ പറഞ്ഞു, ഒരു നാല് കാര്യങ്ങളാണ്. അതായത് ഡാൻസിലെ നവരസങ്ങളുണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഞാൻ ഈ കള്ളന്റെ കള്ളത്തരം കണ്ടുപിടിക്കും. അപ്പൊ അത് ഏതൊക്കെ രസങ്ങളാണ്? അതായത് ആദ്യത്തേത് ഭീമത്സം, രണ്ടാമത്തെ ഹാസ്യം, പിന്നെ ശോകം,
പിന്നത്തേത് ലാസ്യം. ബാബാ അതൊരു ഭയങ്കര അടപാട്ടോ. ആദ്യമായിട്ടാണ്. ലിനന്റെ ഷർട്ട് മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ടാണ് ലിനന്റെ അണ്ടർവെയർ മേടിച്ചിട്ട് ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും അവന്റെ കൈ കൊടുത്തേ, എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇയാള് മാല പൊട്ടിച്ച പ്രതിയാണെന്ന് വിചാരിക്കും. മാല പൊട്ടിച്ച പ്രതിയാ. അപ്പൊ ഞാൻ എങ്ങനെ പണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചുതരാം, വേഗം കാണിച്ചുതരാം. ഇതെങ്ങനെ വെളി കൊണ്ടുവരുന്ന ഞാൻ കാണിച്ചുതരാം. ആദ്യത്തത് ബീവത്സം. എന്തിയാടാ മാല? മാല എവിടെ എവിടെ വെച്ചിരിക്കുന്നേ? എവിടെയാണ് മാല വെച്ചിരിക്കുന്നത്? നീ ഹാസ്യത്തിൽ കൂടാ. ആ പിടിച്ചോ. എന്തിനാണ് ആ മാല പൊട്ടിച്ച? ഒരു കല്യാണ പെണ്ണിന്റെ വീട്ടിൽ തന്നെയാണോ പൊട്ടിച്ചത്? ആ പെണ്ണെങ്ങാനും ഇനി ആത്മഹത്യ ചെയ്താ നിന്നെ അവള് ശപിക്കടാ. നീ ഒരിക്കലും നന്നാവത്തില്ലടാ. എടാ എന്നെ ഇങ്ങോട്ട് നോക്ക്. നിന്റെ അമ്മയോടാ പറഞ്ഞു, നിന്റെ അച്ഛടാ പറഞ്ഞു ആ മാല താടാ മോനെ. എടാ എന്റെ പൊന്നുമോനെ, ആ മാല ഇങ്ങനെ താടാ. ഇങ്ങോട്ട് താടാ മാല. പിടിച്ചോ പിടിച്ചോ. ഇനി അവസാനത്തെ എന്തുവാ? ലാസ്റ്റ്. ഞാൻ അവിടെ പോയി ഇരുന്നോട്ടെ. കൊള്ളാം ചേച്ചി, ഇത് ഞങ്ങൾക്ക് ഒരു ആദ്യത്തെ അനുഭവം കേട്ടോ. ഇരിക്കും വളരെ ഗംഭീരമായിട്ട് തന്നെ അല്ലേ? പിന്നെ അപ്പൊ നമുക്ക് രാഗാനം തീരുന്നതിന് മുമ്പ് നമുക്ക് ഉദ്ഘാടനം അങ്ങ് ചെയ്തേക്കാം. മുറിച്ച് ഇത് മുറിയുന്നില്ലല്ലോ. എന്താ കഷ്ടകാലാവും. ഈ നോക്കി സ്ക്രൂ അല്ല സ്ക്രൂവിന്റെ ചാണകം വെക്കാനാണ്. എനിക്ക് ചാണകമില്ല. അതെ ഉദ്ഘാടനം കഴിഞ്ഞാലേ ഒന്ന് അകത്തോട്ട് കയറണ്ടേ? നല്ല സെലിബ്രിറ്റിയെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ വെച്ചപ്പോ നീ ആ കത്രി എടുത്ത് ഉദ്ഘാടനം ചെയ്യാം. നിന്റെ കളറും കൂടെ കമ്പിക്ക് പിടിച്ചിട്ട് കമ്പി ഇനിയും കറക്കും. അപ്പൊ ചേച്ചി സോറി, എന്തായാലും അയാൾ കയറി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ ഇനി ഒരുപാട് പ്രതികളെ ഇതുപോലെ കിട്ടട്ടെ. അവരെയൊക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ വേണം നിങ്ങൾ ചോദ്യം ചെയ്യാൻ. തീർച്ചയായിട്ടും. ബൈ ബൈ. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? നമ്മുടെ ഉദ്ഘാടനവും സ്വീകരണം കൊടുക്കണ്ടേ? ഓ അങ്ങനെ. എടാ ഉദ്ഘാടനം